കൂട്ടുകാരെ, ഇന്നേ ദിവസം നമുക്ക് ഇംഗ്ലീഷ് യൂണിറ്റ് 2 പേപ്പർ ബോർഡ്സ് എന്ന പാഠഭാഗം പഠിക്കാൻ തുടങ്ങാം. ആദ്യമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ്, ടേക്ക് പേജ് നമ്പർ 36. Look at the picture. What do you find here? Yes, there are some columns, isn't it? Some columns have capital letters and some columns have small letters. Okay? What we have to do? You have to color the columns with capital letters in blue and color the columns with small letters in brown. Have you got a brown board? Then you make a paper boat also. Okay? Yes. Do you like the boat? Can you name the boat? Yes, here the name of the boat is Donna. Can you say something about your boat? Look, read this and prepare a description yourself. Okay? നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. This is my paper boat. It is brown in color. Its name is Donna. It is very small and beautiful. Every day I play with my paper boat. There is a pond near my house. I will float my paper boat in the pond. I like my paper boat. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ബോട്ടിനെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുമല്ലോ. Now let's read the story of a paper boat. നമുക്കിനി കടലാസ് തോണിയുടെ കഥ വായിക്കാം. Read the title. Down the stream. അരുവിയിലൂടെ. Look at the picture. What do you see? A stream, a girl, a boy and some paper boats, isn't it? Okay, who is that girl? Do you know? ആരാണ് ആ പെൺകുട്ടി? നിങ്ങൾക്കറിയാമോ? Let us read the story and see. What are they doing? Let us see what are they doing. Anna gently walked towards the stream of muddy rainwater. അന്ന സാവധാനം മഴവെള്ളം കലങ്ങി ഒഴുകുന്ന അരുവിയിലേക്ക് നടന്നു. She bent a little and launched a paper boat. അവൾ അല്പം കുനിഞ്ഞ് ഒരു കടലാസ് തോണി വെള്ളത്തിലിറക്കി. It sailed down the stream swiftly and proudly. അത് അരുവിയിലൂടെ താഴേക്ക് വേഗത്തിലും അഭിമാനത്തോടെയും ഒഴുകി നീങ്ങി. She went on placing a number of paper boats in the stream. അവൾ ധാരാളം കടലാസ് തോണികൾ അരുവിയിൽ ഒഴുക്കാൻ തുടങ്ങി. She was delighted. അവൾ ആഹ്ലാദവതിയായിരുന്നു. Suddenly something horrible happened. പെട്ടെന്ന് ഭീതിയുണ്ടാക്കുന്ന ചിലത് സംഭവിച്ചു. What could be the horrible thing? എന്തായിരിക്കാം ആ ഭയപ്പെടുത്തിയ കാര്യം? Let us see. Look at page number 38. An angry girl. കോപിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. Look at the picture. A fat boy pounced on one of her boats and pulled it. ഒരു തടിച്ച ആൺകുട്ടി അവളുടെ തോണികളിൽ ഒന്നിന്റെ മേൽ ചാടി വീണ് അത് വലിച്ചെടുത്തു. He turned the boat upside down. അവൻ ആ തോണി തലകീഴായി മറിച്ചു. Anna stared at the boy. അന്ന അവനെ തുറിച്ചു നോക്കി. He was fat and dirty. അവൻ തടിയനും വൃത്തിയില്ലാത്തവനുമായിരുന്നു. He did not mind Anna's angry face. അവൻ അന്നയുടെ ദേഷ്യഭാവം ഗൗനിച്ചേയില്ല. Anna ran home. അന്ന വീട്ടിലേക്ക് ഓടി. Why did the boy pounce on the boat? എന്തിനായിരുന്നു ആ ബാലൻ തോണിയിലേക്ക് ചാടി വീണത്? He wanted that boat, isn't it? Okay, then what would Anna do now? അന്ന ഇനി ഇപ്പോൾ എന്തു ചെയ്യും? Look at page number 39. A solution. ഒരു പരിഹാരം. Anna's aunt Arundhati was sitting in an armchair. അന്നയുടെ ആന്റി അരുന്ധതി കൈയുള്ള ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. Anna's face was red with anger. അന്നയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. She pouted her lips and said. അവൾ ചുണ്ടുകൾ പിളർത്തി പറഞ്ഞു. That naughty boy, he overturned my boat, she said. കുരുത്തം കെട്ട കുട്ടി അവൻ എൻ്റെ തോണി മറിച്ചിട്ടു. Don't worry, I will make another one for you. Aunt Arundhati tried to console her. വിഷമിക്കണ്ട, ഞാൻ നിനക്ക് വേറൊന്നുണ്ടാക്കിത്തരാം. അരുന്ധതി ആന്റി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. What if he takes that one too? അവൻ അതും എടുക്കുകയാണെങ്കിലോ? Okay then, I will make a few more for you. ശരി, അപ്പോൾ ഞാൻ നിനക്ക് കുറേ എണ്ണം കൂടി ഉണ്ടാക്കിത്തരും. What if he takes all of them?
അവയെല്ലാം അവൻ എടുക്കുകയാണെങ്കിലോ? നോ, ഹി വോണ്ട്. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ഞാൻ അവന് വേണ്ടിയും കുറച്ച് തോണികൾ ഉണ്ടാക്കിത്തരാം. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? പക്ഷേ ആൻറ്റി, എന്തിനാ അവന് വേണ്ടി തോണികൾ ഉണ്ടാക്കുന്നത്? ഹീ സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അവനൊരു പാവപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നു. ദെൻ വൈ കാൺ ഹി മേക്ക് ദം ഹിംസെൽഫ്? ഹീ സോ ബിഗ്. അപ്പോൾ അവന് സ്വന്തമായി എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? അവൻ ഏറെ വലിയ കുട്ടിയാണ്. മേ ബി നോ വൺ ഹാസ് ടോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. തോണികൾ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് അവനെ ആരും പഠിപ്പിച്ചിട്ടുണ്ടാകില്ല. വൈ ഡസൻ ഹി ഗോ ടു സ്കൂൾ? ഹീ സോ റൂഡ്. എന്ത്? അവൻ സ്കൂളിൽ പോകുന്നില്ലേ? അവൻ തീരെ മര്യാദയില്ലാത്തവനാണ്. ആൻഡ് അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ്. അരുന്ധതി ആൻറ്റി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. വാട്ട് വാസ് ആൻഡ് അരുന്ധതീസ് റെസ്പോൺസ് വെൻ അന്ന കംപ്ലൈൻഡ് അബൌട്ട് ദ ബോയ്? ആ കുട്ടിയെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അരുന്ധതി ആൻറ്റിയുടെ പ്രതികരണം എന്തായിരുന്നു? ആൻഡ് അരുന്ധതി വാസ് കാം ആൻഡ് കൂൾ. ഷീ ജസ്റ്റ് സ്മൈൽഡ്. ഇസ്ന്റ് ഇറ്റ്? യെസ്. ദ ബോയ് ഈസ് സോ റൂഡ്. വൈ ഡിഡ് അന്ന സേ സോ? ആ കുട്ടി മര്യാദയില്ലാത്തവനാണ്. എന്തുകൊണ്ടാണ് അന്ന അങ്ങനെ പറഞ്ഞത്? ഹീ പൗൺസ്ഡ് ഓൺ ഹർ ബോട്ട് ആൻഡ് ടേൺഡ് ഇറ്റ് അപ്സൈഡ് ഡൗൺ. Then what will happen? Look at page number 41. Good guidance. നല്ല മാർഗനിർദ്ദേശം. In no time a boat was ready and then a few more. അതിവേഗത്തിൽ ഒരു തോണി തയ്യാറായി, പിന്നെ കുറേ എണ്ണം കൂടി. Finally she gave all the boats to Anna and said, "Here, go and have fun." അവസാനം അവർ തോണികളെല്ലാം അന്നയ്ക്ക് നൽകിയിട്ട് പറഞ്ഞു, ദാ പോയി കളിച്ചുകൊള്ളൂ. Clutching the boats tightly, Anna started walking hesitantly towards the stream. തോണികൾ മുറുകെ പിടിച്ച് മടിച്ച് അന്ന അരുവിയിലേക്ക് നടന്നു. The boy was still there. ആ കുട്ടി അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. He looked at her curiously. അവൻ ആകാംക്ഷയോടെ അവളെ നോക്കി. Anna took out 2 not so good boards and held them out. അന്ന അത്രയൊന്നും നല്ലതല്ലാത്ത 2 തോണികൾ എടുത്ത് നീട്ടിപ്പിടിച്ചു. Here you are. She handed over the boats to the boy without the trace of a smile. ദാ നിനക്ക്. അവളൊന്ന് ചിരിക്കുക പോലും ചെയ്യാതെ തോണികൾ അവന് കൈമാറി. The boy took them and just stood there quietly. ആ കുട്ടി അവ പിടിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. He did not know what to say. എന്തു പറയണമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. Was he happy? Look at the picture, page number 42. A true friendship. ഒരു യഥാർത്ഥ സൗഹൃദം. അന്ന gently launched her boat. അന്ന സാവകാശം അവളുടെ തോണി വെള്ളത്തിൽ ഒഴുക്കി. Swiftly the boat sailed down the stream. തോണി വേഗത്തിൽ അരുവിയിലൂടെ താഴേക്ക് ഒഴുകി. The boy stood there watching it. ആ കുട്ടി അത് നോക്കി അവിടെ നിന്നു. A faint smile appeared on his lips. അവൻ്റെ ചുണ്ടുകളിൽ ഒരു നേരിയ പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. അന്ന looked at the boy through the corner of her eyes. അന്ന അവനെ കൺകോണുകളിലൂടെ നോക്കി. Suddenly she saw the boat getting caught in a heap of mud and stones. പെട്ടെന്ന് തോണി കല്ലും ചെളിയും കൂടിച്ചേർന്ന ഒരു കൂനയിൽ തട്ടി നിന്നത് അവൾ കണ്ടു. വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. തോണിയിലേക്ക് വെള്ളം തെറിച്ച് അത് സാവധാനം നിറഞ്ഞു. ഇൻ എ ഫ്ലാഷ് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് പുൾഡ് ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. പെട്ടെന്ന് തന്നെ അവൻ അരുവിയിലേക്ക് ചാടി തോണി വെള്ളത്തിന് പുറത്തേക്കെടുത്തു. He gave it to Anna. അവനത് അന്നയ്ക്ക് നൽകി. She took the boat and smiled. അവൾ തോണി വാങ്ങി ചിരിച്ചു. The boy smiled back pleasantly. ആ കുട്ടിയും സന്തോഷത്തോടെ തിരികെ ചിരിച്ചു. Anna gently placed another boat in the stream. അന്ന സാവകാശം മറ്റൊരു തോണി അരുവിയിൽ ഇറക്കി. It sailed swiftly and drifted past. അത് വേഗത്തിൽ ഒഴുക്കിലൂടെ കടന്നുപോയി. Soon it was out of sight. താമസിയാതെ അത് കാഴ്ചയിൽ നിന്നു മറഞ്ഞു. Anna and the boy looked at each other and smiled. അന്നയും
ആ ആൺകുട്ടിയും പരസ്പരം നോക്കി ചിരിച്ചു. വാട്ട് മേഡ് അന്ന ഹാപ്പി? അന്നയെ എന്താണ് സന്തോഷിപ്പിച്ചത്? ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദ ബോയ് മേഡ് അന്ന ഹാപ്പി. വൈ ഡിഡിൻറ്റ് ദ ബോയ് ഡിസ്ട്രോയ് അന്നാസ് ബോട്ട്? എന്തുകൊണ്ടാണ് ആ ബാലൻ അന്നയുടെ തോണികൾ നശിപ്പിക്കാതിരുന്നത്? ദേ ബിക്കെയിം ഫ്രണ്ട്സ്, സോ ദ ബോയ് ഡിഡ് നോട്ട് ഡിസ്ട്രോയ് അന്നാസ് ബോട്ട്സ്. അവർ നല്ല കൂട്ടുകാരായി, അതുകൊണ്ടാണ് അന്നയുടെ തോണികൾ നശിപ്പിക്കാതിരുന്നത്. കഥ മനസ്സിലായ കൂട്ടുകാരെ? എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? പേപ്പർ ബോട്ട്സ് എന്ന ഈ പാഠഭാഗം നന്നായി വായിക്കുവാൻ നിങ്ങളെ ഈ വീഡിയോ സഹായിക്കും. എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കുവാൻ പരിശീലിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്